ഇന്നത്തെ നമ്മുടെ റെസിപ്പി രസമാണ്. വെറും രസമല്ല, അമ്പല രസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് രസം. അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രസാദം ഉണ്ണുന്ന സമയത്ത് നമുക്ക് രസം തയ്യാറാക്കി തരാറുണ്ടല്ലേ. അതൊരു വെള്ളം പോലെ ഇരിക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ് ആ രസത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ രസത്തിൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന പൊടിയാണ്. അപ്പോൾ ആ പൊടിയാണ് ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്. ഉലുവ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് 6-7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളകാണ്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് ചൂടാക്കി പൊടിച്ചു മാറ്റി വെക്കാം. അതല്ല എങ്കിൽ ഞാൻ ചെയ്തതുപോലെ അതേ ചീനച്ചട്ടിയിൽ ഫ്ലെയിം ഓൺ ചെയ്യാതെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് രസം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയാണ്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് 3 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞെടുത്ത ചാറാണത്. അതും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടിയാണ്. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ച പൊടിയാണ്. ഇതിലേക്ക് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ള മല്ലിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 3 ടീസ്പൂൺ അളവിൽ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം രസം തയ്യാറാക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഇങ്ങനെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് രസത്തിലേക്ക് താളിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് നേരം അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.